يا مكة ما أطيبك بشجون همس الهادي. അപ്പൊ സുറാഖക്ക് എന്തോ ഒരു അപകടം വന്നിട്ടുണ്ട്. പിന്നെയും അത് വീണ്ടും വീണ്ടും ശ്രമിച്ചപ്പോഴൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ സുറാഖക്ക് ബോധ്യപ്പെട്ടു ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റബീഉൽ അവ്വൽ പ്രമാണിച്ച് UAE വാഫി അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇൽ ഹബീബ് സീസൺ 2-ന്റെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടി പ്രിയപ്പെട്ട ബഹുമാനനായ ഹാഫിസ് സഈദ് അലി വാഫി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. 16-ാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും 3 ദിവസം ഗുഹയിൽ താമസിച്ച് ഗുഹയിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അപ്പോഴേക്കും മദീനയിലുള്ള മക്കയിലുള്ള രംഗങ്ങളൊക്കെ ഏകദേശം ശാന്തമായിട്ടുണ്ട്. അഥവാ അവര് വളരെ ഇന്റൻസീവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞു നടക്കുന്ന അതൊക്കെ അവസാനിച്ചിട്ടുണ്ട്, ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ആ ഒരു അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്തിനോട് ഈ 2 ഒട്ടകത്തെയുമായി ഇന്നേ ദിവസം രാവിലെ ഗുഹാമുഖത്തെത്താനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഒട്ടകത്തെയുമായിട്ട് ആ ഒരു ഗുഹാമുഖത്തെത്തി. ഇവിടെ ചില സീറ ഗ്രന്ഥങ്ങളിലുള്ള ഈ ഒരു പരാമർശത്തെ ചില ഓറിയന്റലിസ്റ്റുകളൊക്കെ വിമർശിച്ച് കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞ് അവർ ഗാർ സൗറിലെത്തിയ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് അവിടെ 2 ഒട്ടകത്തെ കാണല്ലോ, അത് കാണുന്നവരെന്താ അവർക്ക് സംശയമൊന്നുമില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രകാരം അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും സ്വന്തം വീട്ടിൽ നിന്ന് ഗുഹയിലേക്ക് പോകുന്നത് ഒട്ടകത്തിന്മേലല്ല. നമ്മൾ ഒട്ടകത്തെ കൊണ്ടുപോകുന്നില്ല, ഒട്ടകത്തിന്മേലല്ല പോകുന്നത്. ഒട്ടകത്തെ മദീനയിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്ന ദിവസം ആ ഗുഹയിലേക്ക് ആ ഒട്ടകത്തെയുമായി വരാനായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഒട്ടകം ഇല്ലാതിരുന്നത്. ആ ഒരു ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ആ ഒരു സംശയം ദൂരീകരിക്കപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു തീവ്രത കുറച്ചുകൂടി നമുക്ക് ആഴത്തിൽ മനസ്സിലാവുകയാണ്. ഒട്ടകത്തിന്മേലാണ് ആ യാത്ര പോകുന്നത് എങ്കിൽ അവർക്ക് അത്രയും കഷ്ടപ്പാടില്ല. വാർസൂറിലേക്കുള്ള യാത്ര ഇത് നടന്നു പോകുന്ന ദൂരം പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു തീവ്രത കുറച്ചു നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് ഒട്ടകത്തെയുമായി വന്നപ്പോൾ അവരിരുവരും യാത്ര ആരംഭിച്ചത് നുബുവത്തിന് ശേഷമുള്ള 14-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 1-ാം തീയതിയാണ്. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ചയാണ് അവർ ഗുഹയിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാ വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. മക്കയോട് പറയുകയാണ്, ഏറ്റവും നല്ല നാടാണ്, അള്ളാഹുവിൻ്റെ ഭൂമികളിൽ ഏറ്റവും നല്ല ഭൂമിയാണ്, ഏറ്റവും നല്ല പ്രദേശമാണ്. അതുപോലെ തന്നെ വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടുമാണ്. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി, എന്നെ നിന്റെ ജനത ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മാ ഖറജ്തു, ഞാൻ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പോകില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയോട് പറയുന്ന ആ ഒരു വല്ലാത്ത വൈകാരിക രംഗം അത് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രവാസികളായ നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും എത്ര
പിന്നെ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ആ ഒരു അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സാഹചര്യത്തിൽ 53 വയസ്സാകുന്നുണ്ട്. 40 വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത്. അപ്പൊ 53 വർഷക്കാലം കഴിഞ്ഞ കളിച്ചും രസിച്ചും ചിരിച്ചും നടന്ന ആ ഒരു നാട്ടിൽ നിന്നാണ് പുറത്താക്കപ്പെടുന്നത്. ആ ഒരു നാട്ടിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുന്നത്. ആ ഒരു വല്ലാത്ത വൈകാരിക നിമിഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മക്കയെ അഭിസംബോധന ചെയ്ത് പറയുന്നത്. ഏതായാലും അവർ റബീഉൽ അവ്വൽ 1-ാം തീയതി അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. അങ്ങനെ അവരിങ്ങനെ യാത്ര പോവുകയാണ്. ആ ഒരു വഴി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അത് സാധാരണഗതിയിൽ വഴിയല്ല. തരീഖുൽ ഹിജ്റ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വഴിയാണ്. സാധാരണ വഴിയിലൂടെ അല്ലല്ലോ പോകുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. സാധാരണ അന്ന് കാരവൻസ് പോയിരുന്ന വഴിയിലൂടെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്നത്, മറ്റു ചില വഴികളിലൂടെയാണ്. അത് മാപ്പ് നോക്കിയാൽ ഈ രണ്ട് വഴിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടർന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പിന്നെ വിശ്രമിക്കാനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് സൗകര്യം ഒരുക്കി കൊടുത്തു. ഒരു പാറയുടെ ഒരു തണലുണ്ടായിരുന്നു. സഹിഹ് ഹദീസ് ഉദ്ധരിക്കുന്നതാണ്, ഹദീസിൽ വന്നതാണ്. ഒരു പാറയുടെ തണലുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, താങ്കൾ അവിടെ നിൽക്കി, ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തരാം. അങ്ങനെ വിരിപ്പൊക്കെ വിരിച്ച് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു ആട്ടിടയനും ഇതേപോലെ അവിടെ തണല് ആഗ്രഹിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആട്ടിടയനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, പാല് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പാല് കറന്നു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഹദീസിന്റെ വിശദീകരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, കൈയൊക്കെ ശരിക്കും വൃത്തിയാക്കിട്ടോ, പിന്നെ അതേപോലെ തന്നെ അകിട്ടൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി, മുടിയോ പൊടിയോ ഒന്നും ഉണ്ടാവാതെ അങ്ങനെ എല്ലാം നല്ല വൃത്തിയാക്കി. എത്രത്തോളാണ് അവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചതെന്ന് നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പൊടിയൊക്കെ തട്ടി അവരുടെ പക്കലുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് പിന്നെ പാലൊക്കെ കറന്ന് കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ആ സന്ദർഭത്തിൽ എനിക്ക് വിളിക്കാൻ തോന്നിയിട്ടില്ല. അങ്ങനെ എഴുന്നേൽക്കുന്നത് വരെ ഈ ഒരു കറന്ന പാലുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വെയിറ്റ് ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നത് വരെ. അങ്ങനെ എഴുന്നേറ്റ സന്ദർഭത്തിൽ പിന്നെ അവരുടെ കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ വുളു എടുക്കാനും അതുപോലത്തെ യാത്രയല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല, സാധന സാമഗ്രികളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ വുളു എടുക്കാനും ഇങ്ങനെ എന്തെങ്കിലും പാലോ അങ്ങനെയൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നെ കുടിക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഫശരിബ ഹത്താ റളീതു. ഈ ഒരു ഹദീസിന്റെ ക്രക്സ് ഇവിടാണ്, അതിൻ്റെ ഒരു കോർ പോയിന്റ് ഇവിടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാല് കുടിച്ചു, ഹത്താ റളീതു, എനിക്ക് തൃപ്തിയാവുന്നത് വരെ. അപ്പോൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് കുടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ തൃപ്തിയാകുന്നത് വേറെ പറയുന്നതും ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. അത് എത്രത്തോളം അവർക്കിടയിലുള്ള ബന്ധം അതെ എത്രത്തോളമായിരുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ കുടിച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അലം യഅനി ലിർറഹീൽ, നമുക്ക് യാത്ര ചെയ്യാൻ ആയോ എന്ന് ചോദിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതെ എല്ലാ കൺട്രോളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ യാത്രയുടെ കോർഡിനേറ്റർ. എല്ലാ വിഷയവും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതായത് ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകനായിരുന്നു നേരത്തെ പിന്നെ സഹായിക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അടിമയായിട്ടുള്ള ആമിർ ബിൻ ഫുഹൈറയാണ്. അപ്പൊ എല്ലാം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അപ്പൊ ശരിക്കും ഈ ഒരു യാത്രയുടെ കോർഡിനേറ്റർ, ഹിജ്റയുടെ കോർഡിനേറ്റർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അങ്ങനെ ഇനി അലം യഅനി ലിർറഹീൽ, നമുക്ക് യാത്രയാവാൻ സമയമായിട്ടുണ്ടോ? അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സമയമായി എന്ന് പറയുകയും അവരങ്ങനെ യാത്ര തുടരുകയും ചെയ്തു. ഈ ഒരു യാത്ര അവിടുന്ന് പുറപ്പെട്ട സന്ദർഭത്തിലാണ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ആ ഒരു പ്രശസ്തമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പോയി എന്ന വിവരം ഖുറൈശികൾ അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും രീതിയിൽ, അത് ഡെഡായിട്ടാണോ അല്ലെങ്കിൽ അലൈവായിട്ടാണോ, ജീവനോടെയോ അല്ലെങ്കിൽ മരിച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ എത്തിക്കുന്നവർക്ക് 100 ഒട്ടകം തരാമെന്ന് പറഞ്ഞു.
100 ഒട്ടകം എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 വലിയ ആഡംബര കാറുള്ളത് പോലെയാണ്. അതെ, കാരണം ഒട്ടകം എല്ലാവർക്കും ഉള്ളതല്ല, അത് അന്നത്തെ സർവത്തായിരുന്നു, അന്നത്തെ വലിയൊരു സമ്പത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പം 100 ഒട്ടകം തരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ വലിയ ആവേശമായിട്ട് അങ്ങനെയാണ് അവർ 4 ഭാഗവും പിന്നെ ഓടി നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ബനു മുദ്ലിജ് ഗോത്രത്തിൽപ്പെട്ട ഏതാനും ചില ആളുകൾ ഒരു വേട്ട കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കടലിന്റെ ആ ഭാഗത്തൂടെ അഥവാ കടൽ തീരത്തുകൂടെ മദീനയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവര് വേട്ടയൊക്കെ കഴിഞ്ഞ് വന്ന് അവിടുത്തെ അവർക്ക് സംഭവം ഒന്നും അറിയില്ല. അപ്പൊ അവരിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരൊക്കെ ചുറ്റുമിരിക്കും. അപ്പോഴാണ് ഇങ്ങനെ ഈ വിഷയമൊക്കെ അറിയുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോയിട്ടുണ്ട്, അങ്ങനെ പിടിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാ ഞാനത് കണ്ടിട്ടുണ്ട്, ആ വഴിയിലേക്ക് അവര് മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് ബനു മുദ്ലിജ് ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് തിരിച്ചു വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ആളാണ് സുറാഖത്ത് ബിൻ മാലിക്. സുറാഖത്ത് ബിൻ മാലിക്കിന് ഇത് മനസ്സിലായി, ഇത് അവർ തന്നെയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് പറഞ്ഞു, അല്ല അത് അവരല്ല, അവർ വേറെ ആരെങ്കിലും ഒക്കെ ആണ്, അത് പിന്നെ മുഹമ്മദ് അല്ല എന്ന് അദ്ദേഹം അവിടെ തർപ്പിച്ച് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, പിടിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ആർക്ക് കിട്ടണം? സുറാഖത്ത് ബിൻ മാലിക്കിന് തന്നെ കിട്ടണം. അതുകൊണ്ടാണ് ഈ ഒരു ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് സുറാഖത്ത് ബിൻ മാലിക് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ഹദീസും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് അങ്ങനെ ആ ഒരു ഡിസ്കഷൻ നടക്കുന്ന സന്ദർഭത്തിൽ അഥവാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയം സുറാഖത്ത് ബിൻ മാലിക് ആ സദസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സംശയമാവും, കാരണം ഈ ഒരു പിന്നെ 100 ഒട്ടകത്തിന് വേണ്ടി പോവാണ് സംശയം. ആ സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരം കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നിട്ടാണ് സുറാഖത്ത് ബിൻ മാലിക് പിന്നീട് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി തൻ്റെ അമ്പും വില്ലും ഒക്കെ സെറ്റാക്കി കുതിരപ്പുറത്തേറി സുറാഖത്ത് ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ വേണ്ടി പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും പോകുന്നത് ഒട്ടകത്തിന്മേലാണ്. ഒട്ടകത്തിലേറെ വേഗതയുണ്ടാകും കുതിരക്ക്. മാത്രവുമല്ല ഇതൊക്കെ അത്രത്തോളം കറക്റ്റ് ആയിക്കോണമെന്നില്ല. ചരിത്രം അനലൈസ് ചെയ്ത് പണ്ഡിതന്മാർ പറയുന്നത് അന്ന് ഒരു കാരവന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ ഏകദേശം 8 ദിവസമാണ്, 8-9 ദിവസം അത്രക്കാണ് വേണ്ടത്. നേരെ മറിച്ച് അതൊരു കുതിരപ്പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 3-4 ദിവസം കൊണ്ടെത്തും. അത് സ്വാഭാവികമായി അന്നത്തെ വ്യത്യസ്ത യാത്രാ സൗകര്യങ്ങളാണല്ലോ. അപ്പൊ ഒട്ടകത്തേക്കാൾ ഒന്നുകൂടി വേഗതയിൽ ഇന്ന് തന്നെ ഉണ്ടല്ലോ, ഫ്ലൈറ്റ് പോണതാവില്ല, ട്രെയിനിൽ പോവാണ്, അതുപോലെയാണ്. അപ്പൊ ഒട്ടകത്തുമ്മലാണെങ്കിൽ ഒന്നുകൂടി വേഗത്തിലെത്താൻ സാധിക്കും. ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് വേഗത്തിലെത്തും, ഒട്ടകത്തേക്കാൾ വേഗത്തിലെത്തും. ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് കൂട്ടരും പുറപ്പെട്ട് കുറച്ച് സമയത്തിന് ശേഷമാണ് എന്താകുന്നത് സുറാഖ പുറപ്പെടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പതുക്കെ അതിനോ പോയിനത്. അങ്ങനെയൊക്കെ സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം വിശദീകരിച്ച് പറയുന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സുറാഖക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അവര് ഓൾറെഡി കണ്ടിട്ടുണ്ട്, പോയത് എന്നുള്ളതൊക്കെ അറിയാം, കൃത്യമായിട്ട് അറിയാം. അങ്ങനെ പിന്നെ പിന്നിലെത്തി. അങ്ങനെ പിന്നിലെത്തിയപ്പം സുറാഖ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യണം, യാതൊരു ഭയവുമില്ല. എന്നാലാണ് മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു സമാധാനമില്ല. ഇങ്ങനൊക്കെ ആണെങ്കിലും എന്താ സംഭവിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പൊ കുറെ മുന്നിൽ നടക്കും, മുന്നിൽ ശത്രുക്കൾ വരുന്നത് എന്ന് കരുതി, പിന്നെ കുറെ പിന്നിൽ നടക്കും, പിന്നിൽ കൂടാണ് അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോകുന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവരിങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ വേക്കിലെത്തി സുറാഖ അടുത്തെത്താനായപ്പോ സുറാഖയുടെ കുതിരയുടെ മുൻകാലുകൾ മണ്ണിലേക്ക് ആണ്ടുപോവാണ്, പിന്നാലെ പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ സുറാഖക്ക് എന്തോ ഒരു അപകടം വന്നിട്ടുണ്ട്. പിന്നെയും അത് വീണ്ടും ശ്രമിച്ചപ്പോഴൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ സുറാഖക്ക് ബോധ്യപ്പെട്ടു, ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്കൊരിക്കലും കിട്ടുകയില്ല. അതെ, അള്ളാഹു എല്ലാ അർത്ഥത്തിനും സംരക്ഷിച്ച വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും കിട്ടൂല എന്ന് സുറാഖക്ക് ബോധ്യപ്പെടുകയും സുറാഖ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് അവരോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു കാരണം ഒട്ടകം കുതിര രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന മുഖേന അല്ലെങ്കിൽ ആ ഒരു കാര്യം മുഖേന പിന്നെ സുറാഖക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും സുറാഖ
തിരിച്ചു പോവുകയും ചെയ്തു. വേണമെങ്കിൽ അവിടെ റസൂലുള്ളാഹി തങ്ങൾക്ക് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തി ചെയ്യാം, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഞാൻ എന്താണ് ഉപകാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ച് സുറാഖ നമ്മൾ മനസ്സിലാക്കുക, സുറാഖ് അപ്പോൾ മുസ്ലിം ആയിട്ടില്ല. സുറാഖ് പിന്നീട് കാലങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം ആകുന്നത്. ആ സന്ദർഭത്തിലൊന്നും സുറാഖക്ക് ഇത്ര ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം മുസ്ലിം ആകുന്നില്ല. അങ്ങനെ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ ഇവിടെ ഉള്ളത് മറ്റാരോടും പറയാതെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് പിന്നീട് ആ റൂട്ടിലേക്ക് പോകുന്ന ആരെയും സുറാഖാണ് എന്താക്കുന്നത്, വഴി തിരിച്ചു വിടുന്നത്. ഇല്ലല്ല, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അവിടെ ഞാൻ ഒക്കെ സെർച്ച് ചെയ്തതാണ്, ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് വഴി തിരിച്ചു വിടുന്നത് ആരാണ്? സുറാഖത്ത് ബിൻ മാലിക്കാണ്. ഇങ്ങനെ ഈ ഒരു സാഹചര്യം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്തും ഈ ഒരു ഹിജ്റയുടെ ഈ ഒരു വഴിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനം ഹദീസിൽ പറയുന്നത് പ്രകാരം രാവിലെ വധിക്കാനായിട്ട് പുറപ്പെട്ടു. വൈകുന്നേരം ആകുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ സംരക്ഷണം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് സുറാഖ മാറി എന്നാണ് ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ ഇഷ്ടം പോലെ രംഗങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അതെ അതെ. അപ്പൊ നമ്മൾ തൽക്കാലം ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഹിജ്റയുടെ വിശേഷങ്ങളും വിവരണങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കണ്ടുമുട്ടാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമുക്ക് അള്ളാഹു നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. آمين. السلام عليكم ورحمة الله تعالى وبركاته. نداء الحق سما ودروب النصر له رسما، من ينصر مولاه سيمضي في الكون سعيدا مبتسما. فطريق الهجرة وعر ينزف شوقا وجروح، قدم في الرمل وأخرى تخطو فتدوس الروح، فالذكرى تنبض